നമസ്കാരം. 16 വയസ്സുകാരന് പോലീസ് മർദ്ദനം. ഡിവൈഎഫ്ഐയുടെയും എസ്എഫ്ഐയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഞാറക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. നായരമ്പലം വെളിത്താമറമ്പിൽ ചേർന്ന സംഭവവുമായി ബന്ധപ്പെട്ട് കേസന്വേഷണത്തിനായി ഞാറക്കൽ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ വയോധികയ്ക്കൊപ്പം കൂട്ടായെത്തിയ 16 വയസ്സുകാരനാണ് ഞാറക്കൽ SI AS അരുൺ മർദ്ദിച്ചതായുള്ള പരാതി. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിരിക്കുകയാണ് കുടുംബം. ഈ പരാതിയിൽ ശക്തമായ നടപടി SIക്കെതിരെ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഡിവൈഎഫ്ഐയും SFIയും സംയുക്തമായി ഞാറക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ഞാറക്കൽ സുബ്രൻ ഹാൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പോലീസ് സ്റ്റേഷന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്നു. പ്രതിഷേധ മാർച്ച് CPM വൈപ്പിൻ ഏരിയ സെക്രട്ടറി AP പ്രിനിൽ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ വൈപ്പിൻ ബ്ലോക്ക് സെക്രട്ടറി KJ ജ്യോതിഷ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ മാർച്ചിൽ CPM ഞാറക്കൽ ലോക്കൽ സെക്രട്ടറി PD ലൈജു, ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV നിജിൽ, ജില്ലാ കമ്മിറ്റി അംഗം NS സൂരജ്, SFI എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് MS എനോഷ്, ഡിവൈഎഫ്ഐ വൈപ്പിൻ ബ്ലോക്ക് പ്രസിഡന്റ് സേതുലാൽ, SFI വൈപ്പിൻ ഏരിയ സെക്രട്ടറി ആനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ സമരത്തിന് ആധാരമായിട്ടുള്ള വിഷയം ഇവിടെ കഴിഞ്ഞ ദിവസം അശ്വിൻ എന്ന് പറയുന്ന ഒരു 16 വയസ്സുള്ള +1 അപേക്ഷ കൊടുത്ത് അഡ്മിഷൻ കാത്തു നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയെയാണ് അരുൺ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു പോലീസുകാരൻ എന്ന് പറയാൻ പറ്റില്ല, അയാളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ തനി ഗുണ്ടയാണ് അരുൺ എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അയാൾ ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ്. കേവലം 16 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയെ അകാരണമായിട്ട് യാതൊരുവിധ കാരണവുമില്ലാതെ മർദ്ദിക്കുന്ന ഒരു രീതി ഇവിടുത്തെ SI സ്വീകരിച്ചിരിക്കുകയാണ്. അതിന് ആധാരമായിട്ടുള്ള കാരണം കേട്ടാൽ നമ്മൾ ഞെട്ടും. അശ്വിൻ്റെ അമ്മുമ്മയെ, മിനി എന്നാണ് അവരുടെ പേര്, 75 വയസ്സായി. അവരെ ഈ ഞാറക്കൽ പോലീസ് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തി. എന്തിനാണ് ചോദ്യം ചെയ്യുന്നത്? നായരമ്പലത്ത് സ്വദേശിനിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ മാല പോയി, മോഷണം പോയി എന്നല്ല അവരുടെ പരാതി, കളഞ്ഞുപോയി. CCTV നോക്കുമ്പോൾ അല്ലെങ്കിൽ ചില ആളുകളുടെ മൊഴിപ്രകാരം ഈ മിനി എന്ന് പറയുന്ന ഈ വയോധിക ആ പരിസരത്തെ കൂടി നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ അവരുടെ കയ്യിൽ 50 രൂപ നോട്ടുണ്ടായിരുന്നു. ഈ നോട്ട് താഴേട്ട് പോകുമ്പോൾ ഈ നോട്ട് എടുക്കുന്നതിന് വേണ്ടി അവർ കുമ്പിട്ടു. അപ്പോൾ നോട്ട് എടുക്കുന്നത് വേണ്ടി കുമ്പിട്ടത് മാല നിലത്തു നിന്നും എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതായിരുന്നു പോലീസ് ഭാഷ്യം. ഇതൊന്നൊരു രീതിയാണ്. കേരളത്തിൽ ഒരു സ്ഥലത്തും കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യം. മാല മോഷണം പോയി എന്നുള്ള പരാതിയല്ല. അങ്ങനെ ഒരു സംശയമുണ്ട് എങ്കിൽ ഇടതുപക്ഷ ഗവൺമെൻറ് പുറത്തിറക്കിയിട്ടുള്ള ഒരു സർക്കുലർ ഉണ്ടല്ലോ, ആ സർക്കുലർ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സ്ത്രീയെ, ഇത്രയും പ്രായമായിട്ടുള്ള ഒരു സ്ത്രീയെ ചോദ്യം ചെയ്യണമെങ്കിൽ അവരുടെ വീട്ടിൽ പോയി ചോദ്യം ചെയ്യണം. ഒരു സംശയത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇവർക്കെതിരെ യാതൊരുവിധ പരാതിയും നിലനിൽക്കുന്നില്ല. ഒരു സംശയത്തിൻ്റെ ഭാഗമായിട്ട് ആ സ്ത്രീയെ ഇവിടെ വിളിച്ചു വരുത്തുകയാണ്. തനി തോന്നിയാസമാണ് ഈ ഞാറക്കൽ പോലീസ് ചെയ്തിരിക്കുന്നത്. തനി തോന്നിയാസം, തെമ്മാടിത്തരമാണ്. ഇടതുപക്ഷ ഗവൺമെൻറ് പോയി 1 മാസമായിട്ടില്ല. ഗുണ്ടാ പോലീസുകാരുടെ തനി സ്വഭാവം ഇവർ കാണിച്ച് നോക്കുകയാണ്. അതൊന്നും ഇവിടെ നടപ്പിലാവില്ല. ആ വയോധികയായിട്ടുള്ള ആ സ്ത്രീയോടൊപ്പം
അവരുടെ പേരക്കുട്ടിയും വന്നു. പോലീസാണല്ലോ വിളിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് UDF-ന്റെ പോലീസാണല്ലോ, ഒറ്റക്ക് വരാൻ ഭയമുണ്ടാകും. അങ്ങനെ ആ കുട്ടിയോടൊപ്പം ഈ അമ്മൂമ്മ വരികയാണ്. വരുമ്പോൾ ഈ അരുൺ എന്ന് പറയുന്ന ഈ ഗുണ്ടയുണ്ടല്ലോ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോൾ അവർ കാര്യം പറഞ്ഞു, ഞാനിങ്ങനെ 50 രൂപ നോട്ട് താഴത്ത് പോയി അതെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുമ്പിട്ടത്, എൻ്റെ കയ്യിൽ ഈ മാലയില്ല. അപ്പം ഇവർക്ക് ശ്രവണ വൈകല്യം ഉള്ള ഒരു വയോധികയാണ്, ചെറുതായിട്ട്. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, 16 വയസ്സുള്ള ഈ വിദ്യാർത്ഥി പറഞ്ഞു, ഒന്ന് ഉറക്കെ പറയണം എന്നാലേ അമ്മൂമ്മ കേൾക്കുകയുള്ളൂ എന്ന് പറയും. അത് സ്വാഭാവികമല്ലേ, ഉറക്കെ പറഞ്ഞാലേ കേൾക്കുകയുള്ളൂ, കാരണം ശ്രവണ വൈകല്യം ഉള്ളത് കൊണ്ട്. ഒന്ന് ഉറക്കെ പറയണം എന്ന് ഈ കുട്ടി പറഞ്ഞ് സെക്കൻഡുകൾക്കുള്ളിൽ ഈ അരുൺ എന്ന് പറയുന്ന കാബാലികൻ ഗുണ്ട ഒറ്റ അടിയാണ്, ഇടത്തെ ചെവി, ഒറ്റ അടി. എങ്ങനെ ഇത് ചെയ്യുവാൻ സാധിക്കും? ഇവർക്കില്ലേ മക്കളും സഹോദരന്മാരും? ഇങ്ങനെയാണോ കേരളത്തിലെ പോലീസിന്റെ നയം? ഇങ്ങനെയാണോ കേസ് അന്വേഷിക്കുന്ന രീതി? ഇല്ലല്ലോ. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഇങ്ങനെ ഉള്ളൊരു രീതി ഈ പോലീസുകാർ അവലംബിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇടതുപക്ഷ ഭരണം പോയി UDF വന്നതുകൊണ്ട് എന്തു ഗുണ്ടായുസവും ചെയ്യാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ് എന്നുള്ള തിരിച്ചറിവ് ഇവിടുത്തെ പോലീസുകാർക്ക് ഉണ്ടാകുന്നത് നന്നായിരിക്കും. എവിടെയാണ് നീതി നിഷേധിക്കപ്പെടുന്നത്, ആ നിഷേധിക്കപ്പെടുന്ന ഇടത്തിൽ ഈ ശുഭ്ര പതാകയുമേന്തി കേരളത്തിന്റെയും വൈപ്പിങ്കരയുടെയും ഞാറക്കലിന്റെയും തെരുവോരങ്ങളിൽ DYFI ഉണ്ടാവുമെന്ന് ഈ പോലീസുകാർ കുറിച്ചു വെച്ചോളണം. ഇനി പോരാട്ടത്തിന്റെ നാളുകളാണ്, നിങ്ങൾ മറക്കണ്ട. ഇവിടെ ഇപ്പോൾ DYFIയും ഞങ്ങളൊക്കെ തീരുമാനിച്ചത് തൽക്കാലം ഒരു സമരം, ഒരു സൂചനാ സമരം ഇതിന്റെ ഭാഗമായിട്ട് നടത്തണമെന്നാണ്. അതാണ് ബാരിക്കേഡിന്റെ പുറത്ത് ഞങ്ങൾ ഇരിക്കുന്നത്. 2 ദിവസം 48 മണിക്കൂറിനുള്ളിൽ DYSP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഇവിടെയുണ്ട്. ഞങ്ങൾ പറയുന്നു, ഈ അരുണെന്ന് പറയുന്ന ഈ ഗുണ്ടക്കെതിരെ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ ഞങ്ങൾ ഇനി ഒരു വരവ് വരും. ആ വരവ് ഇങ്ങനെയായിരിക്കില്ല. CPM ഈ സമരം ഏറ്റെടുക്കും. 100 കണക്കിന് ആളുകളുമായിട്ട് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഈ ബാരിക്കേഡല്ല, നിങ്ങളുടെ തീതുപ്പുന്ന ജലബീരങ്കി ഉൾപ്പെടെ അതിനെയൊക്കെ തന്നെ കവച്ചു വെച്ചുകൊണ്ട് ഈ പോലീസ് സ്റ്റേഷന്റെ അകത്ത് കയറി അരുൺ എന്ന് പറയുന്ന ഗുണ്ടയെ ഈ തെരുവോരത്തിൽ കൊണ്ട് നിർത്തും ഞങ്ങൾ. ഒരു സംശയം വേണ്ട. ആ രീതിയിലോട്ട് പോകുവാൻ നിങ്ങൾ അനുവദിക്കേണ്ട. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ നിലപാട് സ്വീകരിക്കണം. പ്രഥമദൃഷ്ട ഇതിൽ തെളിവുകളുണ്ട്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അരുൺ എന്ന് പറയുന്ന ഈ ഗുണ്ടക്കെതിരെ പ്രശാന്ത് എന്ന് പറയുന്ന എല്ലാത്തിനും കോംപ്രമൈസ് ചെയ്യുന്ന ആ പ്രശാന്ത് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും ശക്തമായിട്ടുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള സമരമാണ് ഈ സമരം. നിരവധിയായ DYFI SFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഞാറക്കൽ സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് സ്റ്റേഷന് മുന്നിൽ ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞത് ചെറിയ രീതിയിൽ സംഘർഷ സാധ്യതയുണ്ടാക്കി. തുടർന്ന് DYSP ജയകൃഷ്ണൻ പ്രതിഷേധക്കാരുമായി സംസാരിക്കുകയും എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാമെന്നും അറിയിച്ചതിനെ തുടർന്ന് പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചു. SIക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പൊതുജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു. അവരോടായി പറയുന്നു